ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരളൈക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിങ്മാതിരി ഒരു ചട്ടി ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതിനകത്താക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് നമ്മൾ വരുത്തിനായിരുന്നു. അപ്പോൾ അതും നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഡയറക്റ്റായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുക ചെയ്തത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റ് ഒഴിക്കുന്നതിൻ്റെ മുമ്പേ തന്നെ നിങ്ങൾ 2 മോൾഡിൻ്റെ അകത്ത് നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക. അതിപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിലും പാം ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് നമ്മൾ ഈ മോൾഡിൻ്റെ ഉള്ളിൽ നമ്മൾ തേച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ കുപ്പീൻ്റെ മോളിൽ നമ്മൾ തേച്ച് കൊടുക്കുക. പിന്നെ കുപ്പി എടുക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിന് കുപ്പി തന്നെ എടുക്കാൻ നോക്കുക. ഗ്ലാസിൻ്റെ കുപ്പിയൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം പിന്നെ നമുക്ക് ഊരി എടുക്കാൻ പറ്റാണ്ടായി പോകും. അപ്പോൾ എൻ്റെ കേസിൽ എനിക്കിപ്പോൾ പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊരി എടുക്കാൻ ബുദ്ധിമുട്ട് വന്നായിരുന്നു. അപ്പോൾ അത് ഞാനിത് എണ്ണ തേച്ച് കൊടുക്കാത്തതുകൊണ്ടാണ് എനിക്ക് ആ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാണ്ടിരിക്കുക. ആ മോൾഡിൻ്റെ ഉള്ളിൽ നന്നായിട്ടൊന്ന് വെളിച്ചൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഊരിയിട്ട് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ അത് എല്ലാ സ്ഥലത്തേക്കും അത് ആയിക്കോളും. അപ്പോൾ ഇപ്പം നമുക്കത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു 5-6 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇപ്പോൾ 10 മണിക്കൂർ കഴിഞ്ഞ്. അപ്പോൾ ഇത് ഏകദേശം ഇപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കത് ഊരിയിട്ട് എടുക്കണം. അപ്പോൾ മോൾഡിൻ്റെ അകത്ത് നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് തേച്ച് കൊടുത്ത് തോന്നുന്നു നമ്മൾ വൈറ്റ് സിമെൻറ്റ് ഇടാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കുപ്പിയും നമ്മൾ വെക്കുന്ന സമയത്ത് കുപ്പീൻ്റെ മുകളിൽ നമ്മൾ എണ്ണ നന്നായിട്ട് തേച്ച് കൊടുക്കണം. എന്നാലും നമുക്ക് എളുപ്പത്തിൽ ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഊരിയെടുക്കാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ കത്തിയെല്ലാം എടുത്ത് സൈഡിൽ നിന്നെല്ലാം കുത്തിയിട്ടാണ് ഞാൻ എല്ലാം അത് ഊരിയിട്ടെടുത്തത്. പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പരിപാടിയാണിത്. അപ്പോൾ ഞാൻ ആ ഒരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് ചെയ്യാണ്ടിരിക്കുക. അതിൻ്റെ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു വൈറ്റ് പെയിൻറ്റ് ഫാബ്രിക് പെയിൻറ്റാണ് എടുത്ത് അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾ വൈറ്റ് സിമെൻറ്റ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഈ പെയിൻറ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഫിനിഷിങ് തന്നെ ഊരുന്ന സമയത്ത് തന്നെ നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉള്ളതുകൊണ്ട് ഞാനത് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വൈറ്റ് സിമെൻറ്റാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ ഫൈനൽ റിസൾട്ട്. നമ്മൾ ഇതിനകത്ത് 2 ചെടി നമ്മൾ എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം എന്തായാലും കമൻസിൽ രേഖപ്പെടുത്തുക. പിന്നെ ഞാൻ ചെയ്ത മിസ്റ്റേക്സ് നിങ്ങൾ ആവർത്തിക്കാണ്ടിരിക്കുക.